നിലമ്പൂരിലെ LDF തോൽവിക്ക് അൻവറും കാരണക്കാരനായെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി. LDFിന്റെ വോട്ടിൽ ഒരു വിഭാഗം അൻവർ കൊണ്ടുപോയി. LDFിനെ വഞ്ചിച്ച ആളാണ് അൻവർ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ല എന്നും സംസ്ഥാന കമ്മിറ്റിയുടെ സ്വയം വിലയിരുത്തൽ. അർജുൻ രാജുണ്ട് വിവരങ്ങളുമായി. അർജുൻ, അപ്പോൾ അൻവർ പിടിച്ചത് LDFിന്റെ വോട്ടാണ് എന്ന് CPIM തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിന്നിൽ ഇടത് വലത് കോട്ടകളിൽ നിന്ന് വോട്ട് ചോർത്തിയാണ് അൻവറിന് 20,000-നടുത്ത് വോട്ട് നേടിയതെന്ന വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് അംഗീകരിക്കുന്ന വിലയിരുത്തലാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായത്. M സ്വരാജിന്റെ തോൽവിക്ക് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവും കാരണമായി. അൻവർ LDF വോട്ടുകൾ കൂടി പിടിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തോൽവി LDFിന് ഉണ്ടായിരുന്ന വിലയിരുത്തലാണ് CPIM സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. LDFിന്റെ വോട്ടിൽ ഒരു വിഭാഗം അൻവർ കൊണ്ടുപോയെന്ന് കമ്മിറ്റി വിലയിരുത്തുന്നുണ്ട്. LDFിനെ വഞ്ചിച്ച ആളാണ് അൻവർ എന്ന വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആര്യൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള വികാരം UDF അനുകൂല മേഖലകളിൽ ഉണ്ടായിരുന്നു. അത് പക്ഷേ വോട്ടാക്കി മാറ്റാൻ LDFിന് കഴിഞ്ഞില്ല. അതും അൻവറിനാണ് ലഭിച്ചത്. അതാണ് പ്രധാനപ്പെട്ട ഈ തോൽവിയുടെ അക്കം കൂട്ടിയെന്ന വിലയിരുത്തലാണ് CPIM സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. UDFിന്റെ നെഗറ്റീവ് വോട്ടും അൻവറിലേക്ക് പോയി എന്ന് CPIM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുകയാണ്. അങ്ങനെ CPIMന്റെ തോൽവിക്ക് കാരണക്കാരനായ അൻവർ ഫാക്ടർ അവിടെ വർക്ക് ചെയ്തെന്ന വിലയിരുത്തലാണ് CPIM സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ അൻവർ ഫാക്ടർ വർക്ക് ചെയ്തു. അത് പക്ഷെ തിരിച്ചടിയായത് CPIMനാണ്, M സ്വരാജിനാണ്, LDFിനാണ് എന്ന വിലയിരുത്തൽ നടത്തുകയാണ്. മാത്രമല്ല അൻവർ വഞ്ചകനാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം, അല്ലെങ്കിൽ LDFിനെ വഞ്ചിച്ചു, പാർട്ടിയെ വഞ്ചിച്ചു എന്നുള്ള ആ ഒരു CPIMന്റെ വാദം അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് സംസ്ഥാന കമ്മിറ്റി സ്വയം ചോദിക്കുകയും ചെയ്യുകയാണ്. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകി.